അവനെ മൈൻഡ് ചെയ്യണ്ട. ഓക്കേടാ, ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ല. നാശത്തിനെ ഒന്നും ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ല. ഈ നാശം പിടിച്ച് എടാ ഫോർച്യൂൻ നിന്റെ അമ്മച്ചിയെ വിളിക്കുന്ന പേര് വീണ്ടും നീ ഇവിടെ വിളിക്കരുത് കേട്ടോ. നിന്റെ തള്ള കേട്ടോ. എടാ ഞാൻ നിങ്ങളുടെ ഈ ഇത് വീഡിയോ വെക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? വെക്കല്ലോ. ഓക്കെ, നിങ്ങൾ പറഞ്ഞോ. പിന്നെ ഇവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വന്ന് ഇവര് വീണ്ടും ടെസ്റ്റ് ചെയ്തതാണത്. ഹോസ്പിറ്റലിൽ വരുമ്പോ അവര് വീണ്ടും ടെസ്റ്റ് ചെയ്യുമല്ലോ അവരേതായിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് ഇവർ എന്റെ അടുത്ത് ചോദിക്കാണ് എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുമോ. അപ്പൊ ഇവർക്കൊരു ബോധമില്ലേ. നമ്മളിപ്പോ ഞാൻ ഇയാളുടെ അടുത്തൊരു കാര്യം പറയാൻ ഇങ്ങനെ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞപ്പം അതെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് ആ ഒരു പോർഷൻ എനിക്കത് മനസ്സിലായ ഒരു കാര്യം. രേണു സുധിയുടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ചു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ കുറച്ചധികം കമന്റുകൾ വന്നായിരുന്നു. ഷഫീന ബീബിയുടെ ചാനലിനകത്ത് ആ വന്നിട്ടുള്ള ന്യൂസ് വളരെയധികം ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അവരതിനകത്ത് ഉരുണ്ട് കളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കുറച്ചധികം കമന്റുകൾ. എന്നാൽ ആ പെൺകുട്ടി, അതായത് ആ ഷഫീന ബീബിയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ചാറ്റ് ചെയ്തിട്ടുള്ള അതേ പെൺകുട്ടി തന്നെ, ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഈ സൈഡിൽ വെച്ചേക്കാം, അതേ പെൺകുട്ടി തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഇടയുണ്ടായിട്ട്. ചിലപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ടായിരിക്കും എന്നെ കോണ്ടാക്റ്റിനുള്ള ഇടയായ. കോണ്ടാക്ട് ചെയ്ത സമയത്ത് ചേട്ടൻ്റെ വീഡിയോസ് കാണാറുണ്ട്, തുടർന്ന കാര്യങ്ങളെല്ലാം വീഡിയോസൊക്കെ ഇഷ്ടമാണ് എന്നെല്ലാം എന്നോട് പറയുന്നുണ്ട്. അതിലുൾപ്പെടെ ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ട് ഏകദേശം 1 വീക്കിന് മേളിലായെന്നും ആ പെൺകുട്ടി വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ അല്ലെങ്കിൽ എന്നോട് സംസാരിച്ച വോയിസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വോയിസ് ക്ലിപ്പ് എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയ്ക്കകത്ത് വെക്കാം വിത്ത് ഓൾ പെർമിഷൻ. ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്നും ഈ വോയിസ് ഞാൻ വെച്ചോട്ടെ എന്ന് പെർമിഷൻ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. ആ വോയിസ് വെക്കാൻ നേരം പെൺകുട്ടി പറഞ്ഞു ഈ വോയിസ് വെക്കുന്നതിന് നല്ലത് ഞാൻ വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ്റെ വോയിസ് ഇട്ട് തരാമെന്ന് എന്നോട് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ആ വോയിസ് അങ്ങനെ ഒരു സാധനം വേണ്ട, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് അത് വ്യക്തമായിട്ട് എനിക്ക് അതുപോലെ തന്നെ കാണിക്കുമ്പോഴും പറയുമ്പോഴായിരിക്കും ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാവുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കമൻറ്റ്സ് ഇടുന്ന വ്യക്തികൾ അതിനൊരു ജെന്യൂനിറ്റി പ്രോപ്പറായിട്ട് അറിയാതെ നിങ്ങൾ ചുമ്മാതെ കടന്നുകൊണ്ട് ഈ രേണു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഡീഫേം ചെയ്തുകൊണ്ട് വീണ്ടുമുള്ള കമൻറ്റുകൾ ഒഴിവാക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊരു 80% ആൾക്കാരും നല്ല രീതിയിൽ തന്നെ വ്യക്തമായിട്ട് നോക്കിയിട്ടുണ്ട്. എന്നാലും പിന്നെയും അതിനെക്കുറിച്ച് ഉള്ള കമൻറ്റുകൾ വരാറുണ്ട്. എന്നാൽ ഈ രോഗാവസ്ഥ പ്രോപ്പറായിട്ട് പരുമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോഴും ഇതിനെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം. അങ്ങനെ കൺഫേം ചെയ്തതിന് ശേഷവും രേണു സുധിയുടെ ഭാഗത്ത് നിന്നുമുള്ള അപ്രോച്ച്, അതായത് സോഷ്യൽ മീഡിയയോടുള്ള അപ്രോച്ചും ഇതുമായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരും പ്രേക്ഷകരോടുള്ള ആ പെൺകുട്ടിയുടെ സംസാരം എന്താണെന്നുള്ളത് അത് പഴയതിനെക്കാട്ടിലും വൾഗർ. അതെനിക്ക് പറഞ്ഞേ പറ്റൂ, പഴയതിനെക്കാട്ടിലും വൾഗർ. ഈ അവസാനം വന്നിട്ടുള്ള എക്സ്ക്ലൂസീവിനകത്തൊരു ലൈവ്, അതായത് ഈ വീഡിയോ ചെയ്യുന്ന ഇന്നേ ദിവസം പുള്ളിക്കാരി കൊടുത്തിട്ടുള്ളൊരു ലൈവ്, അതായത് ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായതിനെ തുടർന്നും ഉണ്ടായതിനു ശേഷമുള്ള ഈ രേണു സുധിയുടെ ലൈവ്, എസ്പെഷ്യലി ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ആ ലൈവ് കണ്ടപ്പോഴത്തേക്കിന് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ആ ലൈവിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ ആദ്യം നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാം. അത് കാണിച്ചതിന് ശേഷം ആ പെൺകുട്ടി ഈ മെഡിക്കൽ ഇഷ്യൂ എന്താണെന്നും അത് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിയെന്നും ആ ഹോസ്പിറ്റലിൽ നിന്നും ഈ പെൺകുട്ടി ഇത് അറിയാനുണ്ടായ സാഹചര്യം എന്താണെന്നും പിന്നെ അതിനുശേഷം സബീന ബീവി ഇവരോട് ഇതിൻ്റെ റിപ്പോർട്ട് ചോദിക്കാനിടയുണ്ടായ കാര്യം എന്താണെന്നും, ഒരു റിപ്പോർട്ട് ഇതുപോലുള്ള റിപ്പോർട്ട് ഈ ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാർ എടുത്ത് കൊടുക്കുന്നൊരു കാര്യമല്ല. അത് കംപ്ലീറ്റ്ലി ആദ്യം മനസ്സിലാക്കിയിട്ടാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓരോടെങ്കിലും ഉന്നയിക്കുന്നെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ പെൺകുട്ടി പറഞ്ഞൊരു വോയിസ് അവളുടെ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനിടയുണ്ടായ സാഹചര്യം സബീന ബീബിയുടെ ചാനലിൽ ഇതുപോലെ ഇതേ പെൺകുട്ടിയുടെ ഒരു വോയിസ് വന്നു. അപ്പോൾ അവരെന്നെ അപ്രോച്ച് ചെയ്തു ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇതാണെന്നുള്ളത്. ഓൾറെഡി അവരുടെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മുന്നിലേക്ക് എടുത്ത് കാണിക്കാം. അതിന് യാതൊരുവിധ ഡൗട്ടും ഇല്ല. അതിനിപ്പം ആര് വന്ന് ചോദിച്ചാലും നമുക്കൊരു മൈരുമില്ല, അത് വേറൊരു കാര്യം. ഇനി ആ വീഡിയോ എന്താണെന്ന് ഞാൻ കാണിക്കാം. അതിനുശേഷം ഞാനും അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പ് കംപ്ലീറ്റ് സാധനം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അത് നിങ്ങൾ തന്നെ കേട്ടിട്ട് വേണം വിലയിരുത്താനായിട്ട് ഇതിനകത്ത് എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ട്. ജെനുവിനിറ്റി ഉണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു, അത് ജെനുവിനാണ്. ആ വോയിസ് ജെനുവിനാണ്. ആ വന്നിരിക്കുന്നുള്ള ആ ഒരു ന്യൂസും ജെനുവിനായിട്ടുള്ളൊരു കാര്യമാണ്. ഷീസ് ഇൻ എ മെഡിക്കൽ കണ്ടീഷൻ, അത്രേ ഉള്ളൂ. ആദ്യം ഞാൻ ആ വീഡിയോ കാണിക്കാം. ഓക്കെ, അവനെ മൈൻഡ് ചെയ്യണ്ട. ഓക്കേടാ, ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ല. നാശത്തിനെ ഒന്നും ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ല. ഈ നാശം പിടിച്ച്
എടാ 4-2-10 നിന്റെ അമ്മച്ചിയെ വിളിക്കുന്ന പേര് വീണ്ടും നീ ഇവിടെ വിളിക്കരുത് കേട്ടോ. നിന്റെ തള്ള കേട്ടോ. എടാ 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 നാണം കെട്ട നാറിയുടെ മകനെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരരുത്. ഓക്കെ? വീണ ചേച്ചി ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല, ഞാൻ നല്ല തിരക്കാണ് ചേച്ചി. എനിക്ക് ഷൂട്ടും കാര്യങ്ങളും, എനിക്ക് നാളെ ഷൂട്ടിന് പോകണം. എനിക്ക് സത്യം പറഞ്ഞ ഡേറ്റ് ഇല്ല ഷൂട്ടിന് വേണ്ടി, ഞാൻ ഓട്ടമാണ്. എനിക്ക് ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ നോക്കട്ടെ. ഓക്കെ, നിങ്ങൾ പറയുന്നത് കേൾക്കാം. സെറ്റ്. മോൻ ഇവിടെ ഉണ്ട്. ഹായ് ചേച്ചി. ഹായ്. നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ നടന്നു പോകും, കുറേ കൊടിച്ചി പട്ടികൾക്ക് ഒന്നും ആകാൻ കഴിയാത്ത കുറേ കൊടിച്ചി പട്ടികൾ. പക്ഷെ എൻ്റെ റീച്ച് ഭയങ്കര കേട്ടോ. എൻ്റെ ഒരു പേര് വെച്ചാൽ ഭയങ്കര റീച്ചാണെന്നേ. അതുകൊണ്ടാണ് ഈ കൊടിച്ചി പട്ടികളിൽ നിന്ന് കുരയ്ക്കുന്നത്. നമ്മൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയാൽ നമ്മളും ആ കൊടിച്ചി പട്ടി തെണ്ടി നാറി പേപ്പട്ടികളും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പം നെവർ മൈൻഡ്. ഇപ്പം ഇതിനകത്ത് വന്നിരുന്ന് കമൻറ്റ് ഇടുന്ന കുറേ കൊടിച്ചിപ്പെട്ടികളുണ്ട്. ആ കൊടിച്ചിപ്പെട്ടികൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല. കൊടിച്ചിപ്പെട്ടികൾ കുരച്ച് നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുറച്ചു നേരമൊക്കെ കല്ലെടുത്തെറിയും. കൊടിച്ചിപ്പെട്ടികൾ പേപ്പട്ടികൾ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കും. നമ്മൾ നെവർ മൈൻഡ്. ഇനി രേണുസുതി ഇപ്പൊ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് മദ്യപിച്ചിട്ടാണോ? എനിക്ക് ഈ ഒരു വീഡിയോയും ഈ ഒരു ലൈവും കണ്ടപ്പോഴത്തേന് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കുക. ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. നിങ്ങൾ ഈ കൊടിച്ചിപ്പട്ടികൾ എന്നൊക്കെ കമ്പയർ ചെയ്യുന്നത് ആരെയാ? നിങ്ങളുടെ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്നറിഞ്ഞിട്ടും നിങ്ങളുടെ കൂടെ ഫോളോ ചെയ്ത് നിങ്ങളുടെ എക്സ്ക്ലൂസീവിനകത്ത് വീണ്ടും ആൾക്കാർ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്നൊരു വിലയാണ്. അങ്ങനെ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. സത്യമായിട്ട് വരുമോ? നിങ്ങൾക്ക് തരുന്നൊരു വിലയാണ് സാധനം. കാരണം ഇതുപോലൊരു മെഡിക്കൽ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്ക്ലൂസീവിനകത്തുനിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോവാനും നിങ്ങൾക്ക് കിട്ടുന്ന ഫെയിമിനകത്തുനിന്ന് ആൾക്കാർ മാറിപ്പോവാനും ചാൻസ് വിൽ ബി ഹൈ. എന്നിട്ടും ആ ഒരു സാധനത്തിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യാതെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്കുതകുന്ന രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കിന് ഈ കാണിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റുമുട്ടാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്കാരും നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാം. യാതൊരു വിധ കുഴപ്പമില്ല. നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരല്ലേ. പക്ഷെ ഒരാൾ വീണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളവരെ എടുത്തു പൊക്കണം. അതെന്തായാലും ഞാൻ ചെയ്യും. മാക്സിമം ഇതുപോലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ലൈവും ഈ ഒരു കാര്യങ്ങളും നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. നിങ്ങൾ ഈ ചീത്ത വിളിച്ചുകൊണ്ട് പലരെയും ഇതുപോലെ എടുത്തു വെച്ച് എക്സ്പോസ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ നിങ്ങളൊരു ലൈവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അതിനകത്ത്. നിങ്ങൾ ചെയ്യുന്ന ലൈവിനകത്ത് ആരൊക്കെ ഉണ്ട് അവർ തന്നെ കാണത്തുള്ളൂ. അല്ലാതെ ഇത് വീണ്ടും നിങ്ങൾ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കിന് ആ പ്രൊവോക്ക് ചെയ്യുന്നതിലൂടെ ആ പ്രൊവോക്ക് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി നിങ്ങളിങ്ങനെ കാണിക്കുന്നത്. പക്ഷേ ഇന്നലെ വരെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രൊവോക്ക് ഞങ്ങൾ കണ്ടു. ഇന്നലെ വരെ നിങ്ങൾ ചെയ്ത പ്രൊവോക്കിനകത്ത് ഞങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിനെതിരെ റിയാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കിന് അതൊരു പ്രൊവോക്കേഷനായിട്ട് തോന്നുന്നില്ല. സോ പ്ലീസ് സ്റ്റോപ്പ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ്. ഈ ലൈവിൻ്റെ ബാക്കി ഭാഗം ഞാൻ കാണിക്കുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി വോൾഗർ. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള സാധനങ്ങളാണ് അതിനകത്ത് മൊത്തം ഉള്ളത്. എനിക്കത് കംപ്ലീറ്റ്ലി നിങ്ങളടുത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇതിനടുത്ത് കാണിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. ഇനി ഞാൻ ആ പെൺകുട്ടിയുമായിട്ട്, അതായത് സബീന ബീബിയെ കോൺടാക്ട് ചെയ്തിട്ടുള്ള പെൺകുട്ടിയായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ഉള്ള വോയിസ് ക്ലിപ്പ് അത് ഞാൻ വെക്കാം. അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ ഒരു കാര്യത്തിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നും ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ലൈവ് രേണുസുതി എന്തർത്ഥത്തിലാണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഹലോ, ഓ കേൾക്കാം പറഞ്ഞോ. അതെ, ആ ഒരു മിനിറ്റ്, ഞാൻ ഈ ഡോർ ഭയങ്കര സൗണ്ട്. അതായത് ടി വി വെച്ചേക്കാം, അതാണ്. കേൾക്കാം. അതെ, ആ രാത്രി എടുക്കാത്തായിട്ട് ഓടുന്ന എന്നെയാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ ആ ചാറ്റ് ഞാൻ കണ്ടായിരുന്നു. അവരുടെ വീഡിയോക്കകത്ത് എടുത്തപ്പോ ഞാൻ ചാറ്റ് കണ്ടായിരുന്നു. അതെന്ത് പറ്റിയാന്നറിയോ? എന്റെ ചേച്ചി പരിമല ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ രേണുസുതി അവിടെ വന്നപ്പോ അതിന് മുന്നത്തെ ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങളോട് പറഞ്ഞു, അടുത്ത വട്ടം വന്നപ്പോ പറഞ്ഞു എടി രേണുസുതി ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ വന്നെന്ന് പറഞ്ഞു. അപ്പഴാ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഈ ഇത് വീഡിയോ വെക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ?
അയ്യോ എന്ത് വീഡിയോ വെക്കും? ഓക്കെ ഓക്കെ, നിങ്ങൾ പറഞ്ഞോ. അല്ല ഞാൻ പറയാം, എന്നിട്ട് പറയാം. ആ അപ്പൊ ഉണ്ട് പെറ്റ് സ്കാനിങ്ങിന് വന്നയാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അനിയത്തി വിചാരിച്ച് പെറ്റ് എന്ന് വെച്ചാൽ അവിടെ പെറ്റിനെ കൊണ്ടങ്ങാന്ന് വന്നയാന്ന് വിചാരിച്ചു. അപ്പൊ ചോദിച്ചാൽ എന്താ വെച്ചപ്പോ അല്ല പെറ്റ് അവിടെ പരുമല ഹോസ്പിറ്റലിൽ അതിന് പെറ്റുണ്ടോ സ്കാൻ ചെയ്യാൻ? പെറ്റ് സ്കാനിങ് പെറ്റെന്നല്ലേ പറഞ്ഞു, പെറ്റ് സ്കാനിങ് എന്നല്ലേ പറഞ്ഞു. പെറ്റ് സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ ഉണ്ടോ അത് എത്രത്തോളം വ്യാപിച്ചു അറിയാമെന്നാണ് പെറ്റ് സ്കാനിങ്. അതൊക്കെ അപ്പൊ എന്റെ അനിയത്തി അടുത്താണ് ചേച്ചി ഇത് പറയുന്നത്. ഞാനെല്ലാം വിളിച്ചു, ഞാൻ അടുത്തിരിക്കുകയാണ്. അന്നേരം പറഞ്ഞു ഈ ദേവസുരി വന്നിട്ടുണ്ട്, പെറ്റ് സ്കാനിങ് വന്നിട്ടുണ്ട്. അപ്പൊ അവള് ചോദിച്ചു എന്താ അവളുടെ എന്താ അവിടെ പട്ടിയെ പൂച്ച. അപ്പൊ അതല്ല, ഇത് ക്യാൻസറിന്റെ ആണ്. ക്യാൻസറിന്റെ അത് എത്രത്തോളം വ്യാപിച്ചെന്നൊക്കെയാണ് ഇന്നാണ് റിസൾട്ട് വന്നത്. എന്താണ് അത് ഏത് ക്യാൻസർ ആണ് പുറത്ത് വിട്ടത്. അപ്പൊ ഓൾറെഡി എപ്പോഴാ ഒരു ചെക്കപ്പിന് വന്നത്? ഞാൻ എന്നാണ് ഈ മെസ്സേജ് ഇട്ടത്? ഒരു മിനിറ്റ് ഞാൻ പറയാം. അവൾ ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. വന്നിട്ട് ആ റിസൾട്ടിനാണ് ഇപ്പം ചെന്നത്. ഇപ്പൊ വന്നത്. ഓക്കെ 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 ഫൈൻ. റിസൾട്ടിനാണ് അത് എന്നാണ് ട്യൂസ്ഡേ, ഈ കഴിഞ്ഞ ട്യൂസ്ഡേ. അപ്പം മൺഡേ ആണ് വന്നത്. കഴിഞ്ഞ മൺഡേ അത് ഷബീന ബീബി ഇട്ട ചാറ്റിനകത്തുണ്ട് കഴിഞ്ഞ ദിവസം എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഉണ്ട്. അപ്പൊ ഇത് പറയാൻ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം എന്റെ അനിയത്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ അവൾ ആദ്യം ഇട്ടത് ഈ പറഞ്ഞിട്ട് രേണുസുധിയുടെ ഒരു കണ്ടന്റ് ആയിരുന്നു, കുറച്ചുനാൾ മുന്നേ ഇട്ടത്. നമ്മുടെ ചാനലിന്റെ പേരെന്തായിരുന്നു? ഞാനത് ഷെയർ ചെയ്യാം. അന്നേരം ഇത് കുറെ ആളുകൾ അവളെ. നിങ്ങളുടെ വീട് എവിടെയാ? ഞാൻ കായംകുളമാണ്. കായംകുളം സ്ഥലം ഒന്നും പറയാൻ വേണ്ട, ആളുകൾക്ക് മനസ്സിലാവും. വേണ്ട അല്ല പറഞ്ഞ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ, അറിയാൻ വേണ്ടി ചോദിച്ചേ. പുള്ളിക്കാരി പബ്ലിക് ആക്കിയത് മൊത്തം. അപ്പൊ ഇവളെ കുറെ പേര് പിന്നീട് ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ അവിടെ അടുത്ത് പറഞ്ഞ അടങ്ങി ഇനി വേണ്ട എന്നും പറഞ്ഞിട്ട് അവളെ മാറ്റി വെച്ചാൽ നമ്മൾ ഇപ്പൊ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ഈ രേണുസുധിയുടെ ഇട്ടപ്പോഴത്തെ 2 ദിവസം കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ 1K അപ്പുറമായി. റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ഇട്ട് തുടങ്ങി. അപ്പൊ ഈ രേണുസുധി തന്നെ ഇവളെ വിളിച്ച് ഇങ്ങനെ ഓരോ അനാവശ്യ വാക്കുകളിലൊക്കെ പറയാനൊക്കെ തുടങ്ങിയപ്പോ നമുക്ക് ആ ഒരു ഇതുണ്ട്. അപ്പോഴാണ് നമ്മൾ മാത്രം നമ്മളിത് അറിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് വീണ്ടും സ്റ്റോറി ഒക്കെ ആയിട്ട് ഒന്നും അറിയാത്ത മറ്റേ. അപ്പൊ ഞങ്ങൾ തന്നെ അതിശയിച്ച് അയ്യോ ഇത് ക്യാൻസർ ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ ഇങ്ങനെ സ്റ്റോറി ഇടാൻ പറ്റുന്നൊക്കെ. അപ്പോഴും ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോ പറഞ്ഞിട്ട് ഇവൾ ആരെ അറിയിക്കാതിരിക്കുന്ന കാര്യ നമ്മുടെ ആ തെരത്താത്ത ഇടയ്ക്ക് ഒന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചുമ്മാ എല്ലാരും ഇരിക്കും, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതാക്കുന്നതല്ല. അപ്പൊ അവിടെ ചുമ്മാ ഇട്ടാക്കി ഇത്രയും ഒരു 3 മെസ്സേജ് ഞാൻ ഇട്ടുള്ളൂ. അപ്പൊ തന്നെ എന്റെ അനിയത്തി എന്റെ അടുത്ത് പറഞ്ഞാൽ അതുലിന്റെ പേരിലൊക്കെ കുറെ മെസ്സേജ് ഇട്ടാണ്, അതുലിനെ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു. അവളിത് ആരും അറിയാത്ത രീതിയിൽ അതുല് പറയുന്നത് ഇത് കുറെ ഒരാഴ്ചക്ക് മുമ്പ് കണ്ട് അവൻ അറിഞ്ഞാണെന്നല്ലേ പറയുന്നത്. അതെ അതെന്ന് വെച്ചാൽ ഇവള് ദുബായിലായിരുന്നപ്പോ ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടാണ്. പിന്നെ ഇവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വന്ന് ഇവര് വീണ്ടും ടെസ്റ്റ് ചെയ്തതാണത്. ഹോസ്പിറ്റലിൽ വരുമ്പോ അവര് വീണ്ടും ടെസ്റ്റ് ചെയ്യുമല്ലോ അവരേതായിട്ടുള്ള ടെസ്റ്റിന്റെ റിസൾട്ട് ആണ് ഈ മൺഡേയിൽ വന്നത്. അവള് റിസൾട്ട് വാങ്ങാനാണ് വന്നത്. അതായത് അപ്പൊ ദുബായിൽ വെച്ച് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ആണോ പരുമല വന്നത്? അല്ലല്ല, പരുമലയിൽ അവര് ടെസ്റ്റ് ചെയ്തതാ. അപ്പൊ ദുബായിൽ വെച്ച് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് അതുൽ അറിഞ്ഞത്? ഇല്ല, അതിന്റെ എനിക്കറിയില്ല. അപ്പൊ ഇവർ ഈ ഷെഫീനെ അവിടെ തപ്പി പേര് പോലും എനിക്കറിയില്ല, ഷെഫീനെയോ അവർക്ക് മെസ്സേജ് ഇട്ടിട്ട് അതേ ടൈം ആ സെയിം മെസ്സേജ് ആണ് ഞാനൊന്ന് ടൈപ്പ് ചെയ്തപ്പോ നീങ്ങിപ്പോയതാണ്. ഒന്നില് രേമൂന്ന് വന്നു, ഒന്നില് രേണുന്ന്. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് അതുലിന് മെസ്സേജ് ഇട്ടത്. അത് എനിക്ക് അതുലിന് ഇപ്പൊ എന്റെ അനിയത്തിയാണ് പറഞ്ഞു തന്നിട്ട് ഇട്ടത്. അപ്പൊ ആ 3 മെസ്സേജ് അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഷെഫീനാണ് എന്നെ കിടന്ന് വിളിച്ചത്. ഈ മെസ്സേജ് കണ്ടിട്ട് അവരെനിക്ക് ഹായ് ഇട്ട്, എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ട്. കേൾക്കുന്നുണ്ടോ? എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ട് എന്നെ ഒന്ന് വിളിക്കണേ. അപ്പൊ ഞാൻ തിരക്കിലായിട്ട് ഞാനിത് അന്നേരം കാണുന്നില്ല. അപ്പൊ ഇവരെനിക്ക് ഈ വാട്സപ്പിൽ ഇട്ടപ്പെട്ട് ഞാൻ എന്റെ ഡയറക്റ്റ് അവരൊരു സ്ത്രീ അല്ലേ, അവർ ഇങ്ങനത്തെ വേല കാണിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഞാനായിട്ട് മെസ്സേജ് ഇട്ടാണ് അങ്ങോട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്താ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് അവരെന്നെ ഇതോടെ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോഴത്തെ എനിക്ക് കുറെ കോള് വന്നേക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ വാട്സപ്പിൽ അയക്കുമെന്ന് പറഞ്ഞത് ഞാൻ വാട്സപ്പ് കോൾ എടുത്തിട്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെന്റെ പേര് വിളിച്ചാണ് സംസാരിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പേര് വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ അവർക്ക് തിരുത്തിയും കൊടുത്തിട്ട് അതെന്റെ നിക് നെയിം ആണ്, എന്റെ യഥാർത്ഥ പേര് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് തിരുത്തിയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ഇവരെന്റെ അടുത്ത് അയ്യോ കാര്യം ഇതൊക്കെ പറയുന്ന അവർക്ക് ദേഷിച്ചാലും അവര് ഇങ്ങനെ അസുഖം കേൾക്കുമ്പോൾ നമുക്കില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടാ അതാണ്, ഇനി അവരെ ഒന്നും ഇതാക്കണ്ട, അവർക്ക് ഇങ്ങനെ ഒരു അസുഖമാണ്, അത് ഉറപ്പാണ്.
എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ അടുത്ത ആരും ഒരാൾ നിൽപ്പുണ്ട്. അടുത്ത് സംസാരിച്ചിട്ട് ഒരു മോളെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവരെ വെച്ചിട്ട് പിന്നെ അവര് മെസ്സേജ് ഇട്ടതോ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ എമർജൻസി വന്നതാണ് ഇവിടെ. അപ്പൊ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോകുന്നതിന്റെ തിരക്ക് ഞാൻ ഈ വാട്സപ്പ് ഒന്നും നോക്കിയില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ചേച്ചി പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ന്യൂസ് സത്യമാണ്? സത്യമാണ്, പുള്ളിക്കാരിക്ക് ക്യാൻസർ ആണ്. അപ്പൊ സത്യമാണ്. അപ്പൊ ഇവരിത് കഴിഞ്ഞിട്ട് എന്നെ പിന്നെ എന്റെ വാട്സപ്പിൽ ഇവര് കോൾ ചെയ്തു. ഞാനിത് അന്നേരം സമയം ഞാൻ വാട്സപ്പ് നോക്കിയിരിക്കുന്ന ആളല്ല. ഞാൻ ഇവിടെ വന്നിട്ട് അറിയാം ആകെ 15 ദിവസത്തേക്ക് വന്നേ. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, എടുക്കണം. അപ്പൊ ഞാൻ ആ തിരക്കില് നടക്കുക. അപ്പൊ ഇവര് മെസ്സേജ് കാണുമ്പോൾ ചിലപ്പോ നമ്മളിപ്പോ നിൽക്കുമ്പോഴായിരിക്കും മെസ്സേജ് ഓപ്പൺ ആയത്. പക്ഷെ നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ വാട്സപ്പിൽ കിടന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് അവർ എനിക്ക് മെസ്സേജ് ഇട്ട്. അപ്പൊ ഇന്നലെ എന്തോ മെസ്സേജ് ഇട്ട് ഞാൻ കണ്ടു മറക്കുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓഫീസിൽ നിന്നല്ല എനിക്ക് ഫോൺ വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്. നമുക്ക് എനിക്ക് പകരം ഒരാളെ നിർത്തിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്ക് റിലീവർ ഉണ്ട്. ഈ പുള്ളിക്കാരൻ മെസ്സേജ് ഇടുന്നുണ്ട്, അതെല്ലാം എനിക്ക് മാനേജ് ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ഇത് നോക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു. ഇന്നലെ ഞാൻ കണ്ടത് ഓർക്കുന്നു. അപ്പൊ ഇന്ന് അവര് വീണ്ടും എന്നെ മെസ്സേജ് ഇട്ടേക്കും. അപ്പൊ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ സോറി ഇട്ടാൽ ഞാൻ ഇത്തിരി ബിസി ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവർ എന്റെ അടുത്ത് ചോദിക്കാണ് എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുമോ. അപ്പൊ ഇവർക്കൊരു ബോധമില്ലേ. നമ്മളിപ്പോ ഞാൻ ഇയാളുടെ അടുത്തൊരു കാര്യം പറയാൻ ഇങ്ങനെ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞപ്പോ അതെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് ആ ഒരു പോർഷൻ എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. വിച്ച് എന്നെ പിന്നെ യൂസ് ചെയ്യാൻ നോക്കില്ലല്ലോ. നമ്മളിപ്പോ ഓക്കെ, ഞാനിപ്പോ വിച്ചിന്റെ ഞാൻ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേന് നമ്മൾ എന്ന് കണ്ടോണ്ടിരിക്കുമ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് ഓൾറെഡി നമ്മൾ ഏത് ഇത് വന്നാലും കാണും. നമ്മൾ പറയാം ആ രേണുസുതിയുടെ കാര്യം അറിഞ്ഞ് ഇങ്ങനെയാണേന്നൊരു സംഭവം എല്ലാം നമ്മൾ പറയൂ. പക്ഷെ ഈ പുള്ളിക്കാരി എന്നെ പിന്നെ അതിലിട്ട് ഇതാക്കി വന്നത്. ഈ പുള്ളിക്കാരി പിന്നെ ചോദിക്കുക എനിക്ക് അതെ അവരെന്നെ കോൾ ചെയ്തെന്ന് പറഞ്ഞില്ലേ. ആദ്യം കോൾ ചെയ്തിട്ട് ഇവർ എന്റെ അടുത്ത് എടുത്തുവായിരുന്നു ചോദിക്കും. അതെ ഞാൻ പരുമലയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ. ഇത് എനിക്ക് എങ്ങനെ അറിയാം? അപ്പഴേ എനിക്ക് ഇവിടെ ഒരു സൈക്കോത്തരം മനസ്സിലായോണ്ട് ഞാൻ പോയാൽ കിട്ടും ഏത് ഹോസ്പിറ്റലാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പരുമല മെഡിക്കൽ അവിടെ ആ ഒരു ഹോസ്പിറ്റലേ ഉള്ളെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെന്റെ അടുത്ത് ചോദിക്കുക എടുത്തു വായത് ഇവരെന്റെ അടുത്ത് പറയാം ഉടായി പിറക്കല്ലേ. അപ്പൊ ഞാൻ ചൂടായിപ്പോ ഞാൻ എന്തിനടുത്ത് ഉടായി പിറക്കുന്നത്? ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞതാണ്. ഇവര് പിന്നെ ലാസ്റ്റ് എന്റെ അടുത്ത് പറയാ 15 മിനിറ്റ് തരാം, അതിനുള്ളിൽ എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ ഞാന് എന്നെ ഒരു ഭീഷണി പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, ഞാൻ പെട്ടെന്ന് വൈറൽ ആവുമല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി. ഈ പറയുന്ന രോഗാവസ്ഥ എന്ന് പറയുന്നൊരു സാധനം കൺഫേം ആണ്. ഞാൻ നിങ്ങളുടെ ഈ വോയിസ് വെക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കാരണം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഇങ്ങനൊരു നെഗറ്റിവിറ്റി ഇവർ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലും രേണുവിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് അല്ല ഇത് നമ്മൾ തമ്മിലുള്ള ഈ സംസാരത്തിനകത്ത് നമ്മൾ തമ്മിൽ സംസാരിച്ചതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എനിക്ക് വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ് ഒന്ന് ഇടാവോ? അല്ലെന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നും അല്ലെന്ന് ഞാൻ നിങ്ങളോട് ഞാൻ അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ ഈ വോയിസ് എനിക്ക് നിങ്ങളോട് ചോദിക്കാതെ അങ്ങ് എടുത്തിട്ടാ പോരെ? ഞാൻ നിങ്ങളുടെ പെർമിഷൻ മേടിച്ചിട്ട് എടുത്തോളൂ. എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ അത്ര വിളിച്ചത്. ഞാൻ ആരെയും അങ്ങനെ വിളിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത്. ഞാൻ ആകെ കാണുന്ന ഒന്ന് അതിലിന്റെ വീഡിയോ ആണോ ഒന്ന് വിച്ചിന്റെ വീഡിയോ ആണോ അല്ല അത് ചോദിച്ചാൽ നിങ്ങൾ അത് പറഞ്ഞ എനിക്ക് ഞാൻ നമ്പർ തന്നല്ലോ. എൻ്റെ നമ്പറിൽ ഒരു മെസ്സേജ് ഇട്. ഞാൻ നിങ്ങൾക്ക് ഈ വോയിസ് ഞാൻ അയച്ചു തരാം. നമ്മളിപ്പോൾ 9 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട്. ഈ വോയിസ് ഞാൻ അയച്ചു തരാം. നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് അതിനകത്ത് അതൊന്ന് മാറുമെന്ന് അതൊക്കെ മാറും. നിങ്ങൾ ഈ പറഞ്ഞ സത്യമാണ്, ഈ കാര്യം ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ അല്ല അത് പോട്ടെ. അത് രേണുസുതിനെ നോക്കണ്ട. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കള്ളത്തരമല്ല നിങ്ങൾ പറഞ്ഞെന്നുള്ളത് ഈ സാധനം സത്യമാണെങ്കിലും എൻ്റെ ഈ വീഡിയോ പുറത്ത് വരുമ്പോഴും അറിയും. ഇപ്പൊ ഞാൻ ആ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയും. നമ്മളിപ്പോ നമ്മൾ അന്വേഷിച്ച് ചേച്ചിമാര് വിളിക്കുമ്പോ അവര് ഒരു കാര്യം ഇപ്പൊ നിങ്ങളായാലും അന്വേഷണം വിളിച്ച് പറയത്തില്ലേ രേണുസുതി വന്നിട്ടുണ്ട് അവർക്ക് അത്ര സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായി, എനിക്ക് മനസ്സിലാവും. എനിക്കത് മനസ്സിലാവും. അവർ ഇതിനോട് എന്റെ അടുത്തിട്ടപ്പോ തന്നെ ചിലപ്പോ അവിടെ ഓഫീസിലുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ അറിയാൻ പറ്റും ഞാനാണ് ജോലിയെ ബാധിക്കാതെ. അതെ മനസ്സിലായി. നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ ആയിപ്പോയി. പിന്നെ അത് രേണുസുതിയുടെ കയ്യിലിരിപ്പോണ്ടാണ് ഞാൻ അവൾ പറയേണ്ടി വന്നത്. കാരണം അവളൊരു വീഡിയോ ചെയ്തപ്പോഴത്തേന് അവള് ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചു. അപ്പൊ അവള് ഈ ഒരു ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും അത് ആ റിസൾട്ട് അവിടെ അതിന് മുന്നേ അവൾ ചിലപ്പോ അറിഞ്ഞോന്നറിയില്ല. പക്ഷെ അവിടെ സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് വന്നത് മൺഡേ ആണ്.
അതിന് ഒരാഴ്ച മുന്നേ അവള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി പറയുന്നുണ്ട് ഇവള് വരുന്ന റിസൾട്ട് വരുന്നതിന് മുന്നേ ഭയങ്കര സെൽഫി എടുക്കലൊക്കെ ആയിരുന്നു അവിടെ. അതിനുശേഷം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ പാവം എന്ന് വിചാരിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇവള് ഒന്നും അറിയാത്ത മട്ടിൽ റീൽസ് ഒക്കെ ഇട്ട് സ്റ്റോറി ഒക്കെ ഇട്ട് ഇതൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവള് ആരെ അറിയിക്കായിരിക്കും, നമ്മൾ മാത്രമല്ല അറിഞ്ഞു നമ്മുടെ കാട്ടെടുക്കാത്തടക്കെന്ന് പറയാം. മനസ്സിലായി. ഞാനേ നിങ്ങൾ എനിക്ക് വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ് ഇടുവോ? എന്താ? ഞാൻ നിങ്ങൾക്ക് വോയിസ് വേണം, ഞാൻ ഒന്ന് നിങ്ങൾക്ക് അയച്ചു തരാം. ഞാൻ വിടാതിട്ടാ മതി. അല്ല ഇതിനകത്ത് യാതൊരു ഇതിനകത്ത് ഇപ്പം ഞാനും കൂടെ സംസാരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. നിങ്ങൾ മാത്രം വോയിസ് ഇട്ട് തന്നല്ലേ അതിനകത്ത്. അല്ല, നിങ്ങൾ മാത്രം എനിക്കൊരു വോയിസ് ഇട്ട്. അല്ല അതല്ല, ഇപ്പം ഞാൻ ഇങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ഷെയർ ചെയ്യുന്നത് അത് ആൾക്കാർ കേൾക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. അല്ല, നിങ്ങൾ എനിക്കൊരു വോയിസ് ഇടുമ്പോഴത്തേക്കും അതൊരു പ്രിപ്പയർ ചാറ്റായിട്ട് വരും. നമുക്കത് വേണ്ട, പ്രിപ്പയർ ചാറ്റൊന്നും വേണ്ട. എന്നോട് നിങ്ങൾ വിളിക്കുന്ന ഫസ്റ്റ് കോൾ ആയത് ഈ കോൾ തന്നെ പോട്ടെ. ഞാൻ എൻ്റെ ഒരു വേറൊരു ഫോണിനകത്താണ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും. ഞാൻ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ ഉറപ്പില്ലാതെ ഞാൻ ഈ സാധനം ഇടത്തില്ല. എന്തിനാ? അല്ലല്ല, അങ്ങനെ എതിരെ ഇടാനല്ലല്ലോ ഇത്. ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനെ മറ്റൊരാൾ അതിപ്പോൾ ഏതൊരാളാണെങ്കിലും ശരി ഈ രീതിയിൽ നിങ്ങളെ വൾഗറായിട്ട് ചിത്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്ത് കൊണ്ടുവരുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഇന്ന് ചെയ്ത വീഡിയോയ്ക്കകത്ത് രേണുസുതിക്ക് അങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ എനിക്കതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം അത് നാളെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ മാറും. അല്ല അത് വേണ്ട, എനിക്ക് അവരുടെ ഒരു സാധനം വേണ്ട. എനിക്കിപ്പോൾ നിങ്ങൾ ഈ പറയുന്നൊരു സാധനമായിട്ട് ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്തോളാം. അപ്പം നാളെ ഈ വീഡിയോ വരുമ്പോഴത്തേക്കിന് നിങ്ങൾ ഈ സാധനം മാറിക്കോളും. അത് ഞാൻ എന്തായാലും ജെനുവിനാണ്, സത്യസന്ധമാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഷുവർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് മാറും. ഞങ്ങൾ അനിയത്തി ചേച്ചിമാരായിട്ട് ചേച്ചി ആ ഒരു എക്സൈറ്റ്മെന്റ് വിളിച്ചടി രേണുസുതി എന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയാണ് അയ്യോ വന്നേ ക്യാൻസർ ആണല്ലോ, നമ്മുടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവമാണത്. എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇവരുടെ ഞാൻ ആ രീതിയിൽ തന്നെ ആ ചാറ്റ് നോക്കിയാലും, പക്ഷെ ഇവര് പറയുന്നത് എന്നെ ഞാൻ ആരോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ അത് ഞാൻ വേണ്ട, ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാനുള്ളേ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ പറഞ്ഞേക്കേ. ഞാനിത് വീഡിയോ പറഞ്ഞേക്കാം. നിങ്ങൾ എന്തായാലും എനിക്ക് വാട്സപ്പിനകത്തൊരു മെസ്സേജ് ഇട്ടേക്കേ. ഓക്കെ. ഒറിജിനൽ നെയിം ഇതിനകത്ത് പറയണ്ട, ഞാൻ ചാറ്റിനകത്ത് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ ഓൾറെഡി റെക്കോർഡ് ചെയ്യല്ലേ. ശരി, ഒറിജിനൽ നെയിം എനിക്കത് വാട്സപ്പിൽ ചാറ്റ് ഇട്ടേക്ക്. ഞാൻ ഈ വരാത്ത രീതി വെച്ചാൽ ഞാൻ നമ്മൾ ഈ സംസാരിക്കുന്ന സാധനം ഇത് കണക്ക് ഇടുന്നേ ഉള്ളൂ. അതിനകത്ത് വേറെ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഈ സാധനം ഇടുന്നു, എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നു. വേറെ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞതിനകത്ത് യാതൊരു വിധ കുഴപ്പമില്ല. നിങ്ങൾ ജെനുവിനായിട്ട് നിങ്ങൾ അറിഞ്ഞൊരു കാര്യം നിങ്ങൾ പറഞ്ഞു. ആ ഒരു കാര്യത്തിനെ മറ്റൊരു വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നോക്കി. ഈ കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ ആ രീതി തന്നെ ഞാൻ ചെയ്തോളാം. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അവരുടെ ഒരു സ്ത്രീയല്ലേ, അവരുടെ ആ ചാറ്റ് നോക്കിയതറിയാം. ഞാൻ കൊറേ പറയുന്നുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു നമ്മുടെ അതേ പ്ലാറ്റ്ഫോമിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ചാറ്റ്, അവരുമായിട്ട് ചാറ്റ് ചെയ്ത സാധനം എടുത്ത് വെച്ച് ഞാൻ അതിനെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇതേ വ്യക്തിയാണ്, ഈ വ്യക്തിയുടെ ചാറ്റ് ഞാൻ ഇന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനത് സംസാരിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കാം. വീഡിയോ നമ്മൾ അധികം ലെങ്ത് പോയി കഴിഞ്ഞാൽ അധികം ആൾക്കാർ കാണാനും ബുദ്ധിമുട്ടാണ്. ഇത് മതി, ഇത്രയും മതി. ഓക്കെ, എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കാം. ഇല്ല എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കട്ടോ, നമുക്ക് കാണാം. ശരി, ഓക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് ആ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചപ്പം അറിയാനായിട്ട് സാധിച്ചൊരു കാര്യം. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് വോയിസ് ഇട്ട് തരാം, നീ ആ വോയിസ് എടുത്ത് പ്ലേ ചെയ്താൽ മതി. എനിക്കതൊന്നും വേണ്ട. ഞാൻ എന്തോ സംസാരിച്ചത് അതിനകത്ത് ചിലപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടാക്കാം. ഞാൻ അതിനകത്ത് ഒരു പോയിന്റിൽ പോലും എവിടെയും ഒരു എഡിറ്റ് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. കൃത്യമായിട്ട് ഞാൻ കേട്ട കാര്യം എന്തോ ആ കേട്ട കാര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ജെനുവിനിറ്റി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കേണ്ടത് രേണുസുതി എന്ന് പറയുന്നൊരു വ്യക്തി തന്നെയാണ്. അല്ലാതെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ പോലും ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണ് എന്ന് പറഞ്ഞൊരു പ്രൂഫ് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാനിപ്പോഴും പറയുന്ന ആ ഒരു കാര്യം സത്യമാവരുത് എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അത് ഒരാളുടെ റീച്ച് കണ്ടിട്ടല്ല, ആളുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ കണ്ടിട്ട് സത്യമാവരുത് തന്നെ പ്രതീക്ഷിക്കുന്നു. സത്യമാണ് എന്നുണ്ടെങ്കിൽ രേണുസുതി അതിൻ്റെ ഒരു പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ നമുക്കിടയിലിട്ട് കൊണ്ടുവരണ്ട. പക്ഷേ അത് ആണ് എന്ന രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്കിടയിൽ നിൽക്കുക. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ചെയ്ത് കൊടുത്തിരിക്കും. ശരിയെന്ന്.